CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കൊട്ടാരക്കലിൽ മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചു. സിറ്റിസൺ ജേർണലിസ്റ്റിന്റെയും കാലത്ത് മാധ്യമങ്ങളിൽ കോർപ്പറേറ്റ് അജണ്ട പ്രകടമാകുന്നുവെന്നാണ് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ ആക്ഷേപമായി ഈ സെമിനാറിൽ ഉന്നയിച്ചത്. സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു ധനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. MV നിതീഷ് കുമാറും ഈ സെമിനാറിൽ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. ഇന്ത്യയിൽ ഏറ്റവും അധികം മാധ്യമങ്ങൾ കേരളത്തിലാണെന്ന് പറഞ്ഞ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ മാധ്യമരംഗത്തെ കോർപ്പറേറ്റ് വൽക്കരണം അപകടകരമാണെന്നും മാധ്യമ സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ജേർണലിസത്തിന്റെ പൊതുവായ സ്വഭാവം പലപ്പോഴും ഒരു കോർപ്പറേറ്റ് അജണ്ട എന്ന് പലപ്പോഴും പറയുന്ന പലപ്പോഴും ഒരു അഭിപ്രായ നിർമ്മിതി തന്നെ അങ്ങനെ വരുന്ന കാര്യങ്ങളുണ്ട്. സമൂഹത്തെ വലിയ തോതിൽ നിയന്ത്രിക്കുന്നത് നമ്മുടെ മാധ്യമങ്ങളാണ്. ആ മാധ്യമങ്ങൾ ശരിയായ തരത്തിലല്ല കാര്യങ്ങൾ പറയുന്നതെങ്കിൽ ഉണ്ടാവുന്ന അപകടമുണ്ട്. ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നതാണ്, ചർച്ച ചെയ്യുന്നതാണ്. കോർപ്പറേറ്റുകൾ കടന്നു കയറാത്ത ഒരു രംഗവുമില്ലെന്ന് പറഞ്ഞ 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെ ജാഗ്രത ഉണ്ടാകണമെന്ന് ഓർമ്മിപ്പിച്ചു. ഇന്ത്യൻ മാധ്യമ രംഗത്ത് കോർപ്പറേറ്റ് വൽക്കരണം നടക്കുന്നു. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇല്ലാതാകുന്നു. കോമ്പറ്റീഷൻ ഇല്ലാത്ത ലോകത്ത് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. 1 മണിക്കൂറോളം പ്രധാനമന്ത്രി സംസാരിച്ചു ഇതിനെക്കുറിച്ച്. അദ്ദേഹം തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ പറയുന്ന ഏതെങ്കിലും ഒരു വലിയ വൻകിട കോർപ്പറേറ്റ് ഒരു ടെലിവിഷൻ ശൃംഖല പണം നിക്ഷേപിച്ച് ടേക്ക് ഓവർ ചെയ്യാൻ തീരുമാനിച്ചാൽ ഒരു ഭരണകൂടത്തിന് എന്ത് ചെയ്യാൻ കഴിയും? ഒരു നിക്ഷേപകന് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അതിന് സ്വാതന്ത്ര്യമില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു നമ്മളോട്. ഈ കോർപ്പറേറ്റ് ലോകത്തിനെതിരെ നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കുക. അത് മാധ്യമത്തിൽ മാത്രമല്ല, ഒരുപാട് മേഖലകൾ ഉണ്ടാകുന്ന കോർപ്പറേറ്റ് വൽക്കരണം. വാർത്തകൾ സംരക്ഷണം ചെയ്തതിന്റെ പേരിൽ ഉണ്ടാകുന്ന വ്യക്തി അധിക്ഷേപങ്ങളെയും R ശ്രീകണ്ഠൻ നായർ ചടങ്ങിൽ വിമർശിച്ചു. വാർത്തകളെ നിയന്ത്രിക്കുന്നതിൽ പോലും കോർപ്പറേറ്റുകൾ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് MV നിതീഷ് കുമാർ പറഞ്ഞു. 1991 ഉദാരവൽക്കരണം ഉണ്ടായപ്പോ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കോർപ്പറേറ്റ് കോൺഗ്ലോമറേറ്റിന്റെ ഭാഗമായി മാധ്യമങ്ങൾ മാറി. എന്ന് വെച്ചാൽ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഇടമായി മാധ്യമങ്ങൾ മാറുകയായിരുന്നു. അധികാരം പോലും കോർപ്പറേറ്റുകൾക്ക് പങ്കിടുന്ന കാലത്താണ് നാം ജീവിക്കുന്നതെന്ന് ജനീകം ചീഫ് എഡിറ്റർ രാജാജി മാത്യു തോമസും കൂട്ടിച്ചേർത്തു. ഏതാണ്ട് 1000-ഓളം വരുന്ന ചാനലുകൾ, അതിൽ ഏതാണ്ട് 300-ഓളം വരുന്ന വാർത്താ ചാനലുകൾ, അവയുടെ ഏതാണ്ട് സമ്പൂർണ്ണ നിയന്ത്രണം നമ്മുടെ രാജ്യത്തെ 2 വൻകിട കോർപ്പറേറ്റുകൾ കൈയാളിയിരിക്കുന്നു. ചടങ്ങിൽ മുൻ MLA ആയിഷ പോറ്റി, KSFE ചെയർമാൻ K വരദരാജൻ, K രാജഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു. 24 കൊല്ലം.